ഹലോ ഫ്രണ്ട്സ്. ഈ നട്ടുച്ചയ്ക്ക് നടുറോഡിൽ ഇവളെന്ത് കാണിക്കുകയാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഇവള് മാത്രമല്ല ഞങ്ങൾ കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പം റോഡ് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാലേ നമ്മുടെ ഈ ഒരു തറവാട്ടിൽ റെസ്റ്റോറൻറ്റിലാണേ പോകുന്നത്. ശരിക്കും നല്ല തിരക്കായിരുന്നു. റോഡൊക്കെ ക്രോസ് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു ഇപ്പുറത്തോട്ടൊന്ന് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പുറത്ത് പോയൊന്ന് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്നത്. അപ്പോൾ വന്ന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഓണസമയത്ത് അതായത് ഞങ്ങൾ ഓണത്തിന് മുമ്പാണ് ഇവിടെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓണസമയം ആയതുകൊണ്ട് എല്ലാ ടേബിളിലും ഈ ഒരു ഓണത്തിൻ്റെ സദ്യയുടെയൊക്കെ ലിസ്റ്റൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ശരിക്കും ഞങ്ങൾ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ എന്തെങ്കിലും റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പോയപ്പോൾ പറഞ്ഞു കുറച്ച് ടൈം എടുക്കും അത് ലൈവായിട്ട് ഉണ്ടാക്കി വരാനായിട്ടുള്ള ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ടൈം നമുക്കില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് കിട്ടുന്നത് ബിരിയാണിയും പിന്നെ നമ്മുടെ മീൽസും ആയിരുന്നു. അപ്പം ബിരിയാണി ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഊണ് അങ്ങ് ഓർഡർ ചെയ്തു. അപ്പം ആദ്യം തന്നെ വന്നതാണ് നമ്മുടെ ഒരു മീനിൻ്റെ ഗ്രേവി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മീനിൻ്റെ ഗ്രേവി ആയിരുന്നേ. പിന്നെ ഒരു നമ്മുടെ ഏല പേപ്പർ വാഴയിലുണ്ടല്ലോ അതിലായിരുന്നു അവര് ഊണ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞ ഒരു ഓണത്തിൻ്റെ സദ്യ വൈബ് ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ അച്ചാറ്, കിച്ചടി, തോരൻ, അവിയൽ അങ്ങനെ ഓണത്തിൻ്റെതായിട്ടുള്ള എല്ലാ കറികളും അന്ന് ഉണ്ടായിരുന്നേ അവിടെ. അപ്പോൾ ഓണത്തിന് സദ്യ കഴിച്ച് മടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ പോയത്. പിന്നെ അവിടെ പോയിട്ടും വീണ്ടും സദ്യയായിരുന്നു കഴിക്കേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, അവിടെ ഒരു സപ്ലയറേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേരും എന്തോ ലീവായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കറികളെല്ലാം കൊണ്ടുവന്നിട്ട് ചോറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ അടുത്തത്. അങ്ങനെ ഇരുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ദാ സെൽഫ് സർവീസാണ്. വേറെ ഒന്നുമല്ല, ആ ചേച്ചിക്ക് കൈ എത്തുന്നില്ല എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ എടുത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് എടുക്കാൻ പറ്റുന്നിടത്തൊക്കെ ആ ചേച്ചി തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഊണ് അടിപൊളിയായിരുന്നു. കറികൾ എല്ലാം അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. അവിയലും തോരനും കിച്ചടിയൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ ഊണിൻ്റെ കൂടെ വേറെ 2 സ്പെഷ്യലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് വേറൊന്നുമല്ല നമ്മുടെ കൊഞ്ച് റോസ്റ്റും പിന്നെ നമ്മുടെ ആവോലി പൊള്ളിച്ചതും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ആവോലിയൊക്കെ പൊള്ളിച്ച് കഴിക്കുന്നത്. അപ്പം അത് എല്ലാവരും കൂടി പറഞ്ഞ് അത് കഴിക്കാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ആ ഒരു ഊണ് തന്നെ എടുത്തത്. പിന്നെ കറിയായിട്ട് സാമ്പാർ, പുളിശ്ശേരി, പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും സാമ്പാറാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കി. പരിപ്പാരും എടുത്തിട്ടുണ്ടായിരുന്നത്. സാമ്പാർക്ക് അടിപൊളി ടേസ്റ്റായിരുന്നേ. ഊണ് അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു മീനുണ്ടല്ലോ, ഭയങ്കര ബോറായിരുന്നു. വെച്ചാ വൃത്തികെട്ട ഒരു ടേസ്റ്റായിരുന്നു. എന്തോ അത്ര ഫ്രഷ് അല്ലാത്ത മീൻ എന്നൊക്കെ പറയൂലേ അതുപോലെയായിരുന്നു. അതുപോലെ മീനും ഭയങ്കര ചെറുതുമായിരുന്നു. ഒരെണ്ണത്തിന് 340 360 രൂപ എന്തോ ആയിരുന്നു. പക്ഷെ നമ്മുടെ കൊഞ്ച് അടിപൊളിയായിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ തന്നെ മീനെല്ലാം തീർന്നു. എന്ന് മാത്രമല്ല എടുത്ത സാധനം ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മാതിരി അഴുക്ക് വൃത്തികെട്ട ഒരു മീനായിരുന്നു. അങ്ങനെ നമ്മൾ റിവ്യൂ പോയി അവരുടെ അടുത്ത് പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മീൻ കഴിച്ചിട്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടി എല്ലാവരും ഓരോ ഐസ്ക്രീം കൂടി വാങ്ങിച്ച് കഴിച്ചായിരുന്നേ. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് ആ മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് കളഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഓഫീസിലോട്ട് പോയി. അപ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ?